കുരിശിന്റെ വഴിയിലെ 13-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായി തീർന്ന പുത്രനെ വാത്സല്യനിധിയായ അമ്മ ഏറ്റുവാങ്ങുന്ന നിമിഷമാണിത്. ഈ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന ചില ആത്മീയ ചിന്തകളിലേക്ക് ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. ആദ്യത്തേത് അമ്മയുടെ മടിയിലെ ലോകരക്ഷകൻ. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ ആദ്യമായി കൈകളിൽ ഏറ്റുവാങ്ങിയത് പരിശുദ്ധ മറിയമാണ്. 33 വർഷങ്ങൾക്ക് ശേഷം ഗാഗുൽത്തായിൽ വെച്ച് അതേ മകന്റെ ചേതനയറ്റ ശരീരം പരിശുദ്ധ മാതാവിന്റെ മടിയിലെത്തുന്നു. ജനനത്തിലും മരണത്തിലും ഈശോയെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധ മറിയത്തിന്റെ മാതൃസ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിലും തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവമാതാവിന്റെ മധ്യസ്ഥതയും സാന്നിധ്യവും നമ്മോടൊപ്പമുണ്ടെന്ന വലിയ സത്യം ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ആത്മീയ ചിന്ത പരിത്യാഗത്തിന്റെ പൂർണ്ണത. തൻ്റെ ഏകമകൻ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത് കണ്ടുനിന്ന അമ്മയുടെ ഹൃദയം ഒരു വാളാൽ പിളർക്കപ്പെട്ടു. ഇവിടെ പരിശുദ്ധ മറിയം തൻ്റെ വേദനയെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നസ്രത്തിൽ വെച്ച് പറഞ്ഞ വാക്ക് പരിശുദ്ധമ്മ കുരിശിൻ ചുവട്ടിലും ആവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ പരാതികളില്ലാതെ ദൈവത്തിന് സമർപ്പിക്കാൻ ഈ സ്ഥലം നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് വേദന അനുഭവിച്ച പരിശുദ്ധ അമ്മയെ പോലെ എൻ്റെ ജീവിതത്തിലെ തകർച്ചകളിലും നഷ്ടങ്ങളിലും ദൈവത്തിന് കീഴടങ്ങാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയം കഠിനമാകാതെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 13-ാം സ്ഥലത്തേക്ക് ഉരുകുന്ന മനസ്സോടെ കടക്കാം. മാതാവോ മടിയിൽ കിടത്തിയിടുന്നു. അലയാഴി പോലെ നാഥിതേ നിന്ദുഃഖമതിരു കാണാത്തതല്ലോ. പെരുകുന്ന സസാപമുനയേറ്റഹോ നിന്റെ ഹൃദയം പിളർന്നുവല്ലോ. ആരാരുമില്ല തെല്ലാശ്വാസമേകുവാൻ ആകുലനായികേ. മുറ്റുന്നതുകത്തിൽ ചുറ്റും തിരിഞ്ഞു ഞാൻ കിട്ടിയൊരാശ്വാസമെങ്ങും. 13-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകാം. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നു കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിളാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി. അന്നേരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി.
വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കും വിവരിക്കാൻ കഴിയും. ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്ത മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ ചേതനയേറ്റ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തിയ ആ നിമിഷത്തെ ഞങ്ങൾ ഭക്തിപൂർവ്വം ധ്യാനിക്കുന്നു. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ അങ്ങേ ആദ്യമായി പുണർന്ന അതേ കൈകൾ ഇപ്പോൾ മുറിവേറ്റ അങ്ങയുടെ തിരുശരീരത്തെയും ചേർത്തു പിടിക്കുന്നു. അമ്മയുടെ ആ നിശബ്ദമായ വേദനയിൽ ഞങ്ങളുടെ പാപങ്ങളുടെ ഭാരവും ഉണ്ടായിരുന്നുവല്ലോ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിലും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിലും ഞങ്ങൾ തളർന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം കഠിനമാകാതെ മറ്റുള്ളവരുടെ കണ്ണുനീർ തുളയ്ക്കാനും അവരുടെ വേദനകളിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് കരുത്തു നൽകണമേ. അമ്മയുടെ മടിയിൽ അങ്ങയുടെ ശരീരം വിശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാവും എന്നും അങ്ങയുടെ സ്നേഹത്തിൽ വിശ്രമിക്കട്ടെ. മരണത്തിന്റെ ഇരുളിലും ഉദ്ധാനത്തിന്റെ പ്രത്യാശ കൈവിടാതെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.